ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വുഡിനെ കുറിച്ചാണ്. വുഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് വില്ലാണല്ലേ. സാധാരണ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വുഡ് ഉപയോഗിക്കുന്നത്. വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ വുഡിന് ഈ ഒരു യൂസ് അല്ലാതെ ഒരുപാട് യൂസസ് വേറെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വുഡിനെ കുറിച്ചാണ്. വുഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു യൂസാണ് പൊളൈറ്റ് എക്സ്പ്രഷൻസ് വിത്ത് വുഡ്. അതായത് വളരെ ബഹുമാനത്തോടുകൂടി മര്യാദയോടുകൂടി, അതാണ് ഈ വേർഡ് പൊളൈറ്റ്. മര്യാദയോടുകൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കവിടെ വുഡ് ഉപയോഗിക്കാം. അപ്പോൾ വുഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. എക്സാമ്പിൾ നോക്കാം. വുഡ് യു പ്ലീസ് ഗീവ് മീ യുവർ പെൻ. വുഡ് യു പ്ലീസ് ഗീവ് മീ യുവർ പെൻ. നിങ്ങളുടെ പെൻ ഒന്ന് തരുമോ? ഇത് നമുക്ക് വില്ല് വെച്ചും ചെയ്യാം. വിൽ യു പ്ലീസ് ഗീവ് മീ യുവർ പെൻ എന്ന് ചോദിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ കുറച്ച് പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വില്ലിന് പകരം ഉപയോഗിക്കുന്ന വേർഡ് വുഡാണ്. വുഡ് യു പ്ലീസ് ഗീവ് മീ യുവർ പെൻ. അടുത്ത എക്സാമ്പിൾ നോക്കാം. വുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക്. വുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക്. നിങ്ങളുടെ ബൈക്ക് ഒന്ന് കടം തരാമോ? പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് വുഡ് ഉപയോഗിക്കുന്നത്. സെയിം കാര്യം നമുക്ക് വില്ല് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. പക്ഷേ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ നമുക്ക് വുഡ് ഉപയോഗിക്കണം. വുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക്. റിക്വസ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ഓഫറും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ഓഫർ ചെയ്യുമ്പോൾ, വളരെ പൊളൈറ്റ് ആയിട്ട് ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിയേ. വുഡ് യു would you like some more tea? Would you like some more tea? നിങ്ങൾക്ക് കുറച്ചുകൂടി ടീ വേണോ എന്ന്, അതായത് നിങ്ങൾക്ക് ടീ വേണോ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ കുറച്ചുകൂടി മര്യാദ രീതിയിൽ നമ്മൾ ചോദിക്കുകയാണ്. നമ്മളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളൊരു ഹയർ ഒഫീഷ്യൽസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? വുഡ് ഉപയോഗിച്ചാൽ ചോദിക്കുക. വുഡ് യു ലൈക്ക് സം മോർ ടീ? അടുത്ത എക്സാമ്പിൾ. Would you like to come with me? Would you like to come with me? ഇതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ എന്ന് തന്നെയാണ്. പക്ഷെ നമ്മളിത് കുറച്ചുകൂടി പൊളൈറ്റായിട്ട് ചോദിക്കുമ്പോൾ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. വളരെ പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ. അപ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ചെയ്യാനും ഓഫർ കൊടുക്കാനും നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. ഈ സെൻറ്റൻസുകൾ നോക്കിയേ. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. നീ പഠിച്ചാൽ നീ ജയിക്കും. അപ്പോൾ പഠിക്കാൻ സമയമുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു കണ്ടീഷനാണ് പറയുന്നത്. നീ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് അങ്ങനെയായിരിക്കും. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ കം. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ കം. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടീഷൻസാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്താൽ മറ്റേ കാര്യം നടക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അങ്ങനെ ആയിരിക്കും. ഇത്തരത്തിൽ കണ്ടീഷണൽ ക്ലോസസ് നമ്മൾ പറയാറുണ്ട്. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് ഷുവർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ല് ഉപയോഗിച്ചത്. ശ്രദ്ധിച്ചോ? അപ്പോൾ ഷുവർ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മളവിടെ വില്ല് ഉപയോഗിച്ചത്. ഇനി അത്രയ്ക്ക് ഷുവർ അല്ലാത്ത കാര്യങ്ങളും നമ്മൾ കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിച്ച് പറയാറുണ്ട്. എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ. ആദ്യം പറഞ്ഞത് സ്റ്റഡി എന്നാണ്, ഇവിടെ സ്റ്റഡീഡ് എന്നാണ് പറഞ്ഞത് അല്ലേ, V2 ആക്കിയിട്ട്. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. ഇതാണ് വുഡിൻ്റെ അടുത്ത യൂസ്, യു വുഡ് പാസ്. അതായത് നമുക്കത്ര ഷുവർ അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വില്ല് ഉപയോഗിച്ചാണ് പറഞ്ഞത്. ഷുവർ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വുഡ് ഉപയോഗിക്കാം.
ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു. അതായത് ഉറപ്പില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. പഠിച്ചതുമില്ല, കാര്യമായിട്ട് പാസ്സായതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. ഷുവർ അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, കണ്ടീഷണലിൽ പറയുമ്പോൾ അവിടെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഇത് ശരിക്കും സെക്കൻഡ് കണ്ടീഷണലാണ്. അങ്ങനെ ഏത് കണ്ടീഷണലാണെന്നൊന്നും ഓർത്ത് വെക്കണമെന്നില്ല. ഷുവർ അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. അപ്പോൾ വരുന്ന മാറ്റം, ഇവിടെ നമ്മൾ V2 ഉപയോഗിക്കും, ഇവിടെ നമ്മൾ വുഡ് ഉപയോഗിക്കും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. ഈ എക്സാമ്പിൾ നോക്കിയേ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ കം ടു യു. എനിക്ക് സമയമുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ ഉപയോഗിച്ചത്. ഇനി ഷുവർ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് കം ടു യു. സമയം ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് കം ടു യു. അപ്പോൾ ഷുവർ അല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചത്? വുഡ് ഉപയോഗിച്ചത്. ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് കം ടു യു. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. രാഹുൽ സെഡ് ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. രാഹുൽ സെഡ് ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. ഇത് രാഹുൽ എന്നോട് നേരിട്ട് പറയുന്ന കാര്യമാണ്. രാഹുൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമെന്നുള്ളത് നേരിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുന്നത്. ഇനി രാഹുൽ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക? രാഹുൽ സെഡ്, ഐ എന്നുള്ളത് മാറ്റി നമ്മൾ പിന്നെ ഹി ആക്കും അല്ലേ. ഇനി വില്ലെന്നുള്ളത് ഇവിടുത്തെ മാറ്റിയിട്ട് നമ്മൾ വുഡ് എന്നാണ് എഴുതുക. രാഹുൽ സെഡ് ഹി വുഡ്, ബാക്കിയെല്ലാം സെയിം. അറ്റൻഡ് ദ മീറ്റിംഗ്, attend the meeting. രാഹുൽ സെഡ് ഹി വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. സോ ഇവിടെ നമ്മൾ രാഹുൽ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അതിനെ നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതി. അത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇത്തരത്തിൽ നേരിട്ട് പറയുന്നതിന് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്നും മറ്റൊരാളോട് പറയുന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വില്ല് ഉപയോഗിച്ചതിന് പകരം നമ്മൾ ഇൻഡയറക്റ്റിൽ എന്താണ് ഉപയോഗിച്ചത്? വുഡാണ് ഉപയോഗിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള എക്സാമ്പിൾ ആണ്. റീന സെഡ് ഷീ വിൽ ഗ്രാജുവേറ്റ് നെക്സ്റ്റ് ഇയർ. നമ്മൾ എങ്ങനെ എഴുതും? റീന സെഡ് ഷീ വുഡ് ഗ്രാജുവേറ്റ്, ബാക്കി നെക്സ്റ്റ് ഇയർ എന്നുള്ളത് നമുക്ക് കമ്മിങ് ഇയർ എന്നൊക്കെ എഴുതാം കേട്ടോ. റീന സെഡ് ഷീ വുഡ് ഗ്രാജുവേറ്റ് നെക്സ്റ്റ് ഇയർ. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ വില്ലെന്നുള്ളത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ വുഡ് എന്നാക്കി മാറ്റി. ഇതും വുഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് യൂസ് ആണ്. ഡയറക്റ്റ് സ്പീച്ചിൽ വില്ലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വുഡായിട്ടാണ് എഴുതുന്നത്. റീന സെഡ് ഷീ വിൽ എന്നുള്ളത് റീന സെഡ് ദാറ്റ് ഷീ വുഡ് എന്നാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വുഡിനെ കുറിച്ചിട്ടാണ്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ചോദിക്കാൻ, ഓഫേഴ്സ് കൊടുക്കാൻ, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾക്ക് വുഡ് ഉപയോഗിക്കാം. ശ്രദ്ധിക്കണം, അത്രയ്ക്കും പൊളൈറ്റ് ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ കൂടുതലും വുഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷുവർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വില്ല് ഉപയോഗിച്ച് പറയാം. അത്രയ്ക്കും ഷുവർ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Thank you.